ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഔഷധ ഗുണമുള്ളൊരു കൺമഷിയുടെ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഷോപ്പിൽ നിന്നൊക്കെ കിട്ടുന്ന മെഡിക്കേറ്റഡ് ആയിട്ടുള്ള കാജൽ പോലെ തന്നെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു കാജലാണ്. സ്മഡ്ജ് പ്രൂഫാണ്. അപ്പോൾ കണ്ണിന് എരിച്ചിലൊന്നും ഉണ്ടാക്കാത്ത ഈ കാജൽ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഈ ചാനലിൽ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണം. അപ്പോൾ ഒരു 3 തണ്ട് കൃഷ്ണ തുളസി കൺമഷി ഉണ്ടാക്കുന്നതിനായിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യം പനിക്കൂർക്കയാണ്. ഇത് നമ്മൾ കുട്ടികൾക്ക് ജലദോഷമൊക്കെ വരുമ്പോൾ കൊടുക്കുന്ന ഒരു മരുന്നാണ്. അപ്പോൾ ഞാനിവിടെ 4 വെറ്റിലയും ഒരു ചെറുനാരങ്ങയും എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഇലകളൊക്കെ ഒന്ന് കഴുകിയെടുക്കാം. അപ്പോൾ ഈ ഇലകളൊന്നും ചേർക്കാതെയും നമുക്ക് ഈ കൺമഷി ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ മെഡിക്കേറ്റഡ് ആയിട്ടുള്ള കാജൽ ഉണ്ടാക്കുന്നത് കൊണ്ടാണ് ഈ ഇലകളൊക്കെ ചേർക്കുന്നത്. അപ്പോൾ വീടിൻ്റെ മുറ്റത്ത് മുക്കുറ്റി കയ്യോന്നിയൊക്കെ അവൈലബിൾ ആണെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇതൊന്ന് നന്നായിട്ട് ചതച്ചെടുക്കണം. മിക്സിയുടെ ജാറിലോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ചതക്കുന്ന കല്ലിലിട്ടിട്ട് ചതച്ചെടുക്കണം. അതിലേക്കൊരു ചെറുനാരങ്ങയുടെ നീരാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. ഒട്ടും വെള്ളം ചേർക്കാതെയാണ് നമുക്ക് ചതച്ചെടുക്കേണ്ടത്. അതിനുശേഷം നമുക്കൊരു അരിപ്പ വെച്ചിട്ട് അതിൻ്റെ നീര് എടുക്കാം. ഇനി നമുക്ക് ആവശ്യം കോട്ടൻ്റെ തുണിയാണ്. അപ്പോൾ ഇത് നമ്മൾ വിളക്കിൻ്റെ തിരിയായിട്ട് ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാനിവിടെ 3 പീസ് തുണിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ കൺമഷിയുടെ ക്വാണ്ടിറ്റി കൂട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ 3 പീസ് തുണി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ കോട്ടൺ ക്ലോത്ത് നീരിൽ മുക്കിയതിന് ശേഷം നല്ല തണലുള്ള സ്ഥലത്ത് ഉണങ്ങുന്നതിനായിട്ട് വെക്കാം. അപ്പോൾ നമുക്ക് 4 പീസ് അഞ്ജനക്കല്ല് ആവശ്യമാണ്. 1 പീസ് പച്ചക്കർപ്പൂരം എടുത്തിട്ടുണ്ട്. അടുത്ത ഇൻഗ്രീഡിയൻ്റ് 1 സ്പൂൺ അയമോദകത്തിൻ്റെ ജീരകമാണ്. ഇരട്ടി മധുരത്തിൻ്റെ 3 പീസാണ് ഇനി നമുക്ക് ആവശ്യം. അപ്പോൾ ഞാനിവിടെ ഒരു 4-5 ബദാം എടുത്തിട്ടുണ്ട്. ഇനി ഒരു 5-8 താനിക്കയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇതൊക്കെ ഒന്ന് മിക്സറിൻ്റെ ജാറിലിട്ടിട്ടൊന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ ഇത് ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, പക്ഷേ മെഡിക്കേറ്റഡ് ആയിട്ടുള്ള കാജൽ ആയതുകൊണ്ടാണ് നമ്മൾ ഇതൊക്കെ ആഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ മിക്സറിൻ്റെ ജാറിലിട്ടിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഇലകളുടെ നീരിൽ മുക്കി ഉണക്കിയ തുണിയിൽ നമുക്ക് ഈ മിക്സ് ഒന്ന് വിതറി കൊടുക്കണം. എന്നിട്ട് വിളക്കിൻ്റെയൊക്കെ തിരിയുടെ രൂപത്തിലേക്ക് നമുക്കിതൊന്ന് റോൾ ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് ഈ വിളക്ക് കത്തിക്കുന്നതിനായിട്ട് ആവശ്യം കുഴിയുള്ളൊരു പാത്രമോ അല്ലെങ്കിൽ നിലവിളക്കിൻ്റെ മുകളിലുള്ള പോർഷനൊക്കെയാണ്. എന്നിട്ട് അതിലേക്ക് ഇതുപോലെ നെയ്യ് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ തിരിയിൽ നെയ്യൊക്കെ ഒന്ന് ആവുന്ന രീതിയിൽ നമുക്ക് ഇതൊന്ന് വെക്കണം. ഇനി നമുക്ക് ഈ തിരി ഒന്ന് കത്തിച്ചെടുക്കണം. അപ്പോൾ വിളക്കിൻ്റെ 2 സൈഡിലായിട്ട് നമുക്ക് 2 ഗ്ലാസ് വെക്കണം. അതിന് മുകളിലാണ് നമ്മൾ പ്ലേറ്റ് വെക്കുന്നത്.
അപ്പോൾ പ്ലേറ്റിന് പകരം നമുക്ക് മൺപാത്രം യൂസ് ചെയ്യാം. അപ്പോൾ ഒരു 20 മിനിറ്റ് കൊണ്ട് ഈ പ്ലേറ്റിലേക്ക് ഈ കരിയൊക്കെ വന്നിട്ടുണ്ടാകും. അപ്പോൾ തീ അണഞ്ഞ് ചൂടാറിയതിന് ശേഷം നമുക്ക് ഈ പ്ലേറ്റിലെ കരിയൊക്കെ ഒരു സ്പൂൺ വെച്ചിട്ട് കളക്ട് ചെയ്യാം. അപ്പോൾ കൺമഷി ഉണ്ടാക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അതിനായിട്ട് എടുക്കുന്ന പാത്രങ്ങളൊക്കെ നല്ല വൃത്തിയുള്ളതായിരിക്കണം. ഇനി നമുക്ക് ആവശ്യം കാസ്റ്റർ ഓയിലാണ്, ആവണക്കെണ്ണ. പിന്നെ ആഡ് ചെയ്യുന്നത് ബീ വാക്സ് ആണ്. ഇത് നമ്മൾ ആഡ് ചെയ്യുന്നത് ഒരു സ്ട്രക്ചർ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്, കൺമഷി നല്ല തിക്കായിട്ട് ഇരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ബീ വാക്സ് ചേർക്കാതെയും ഉണ്ടാക്കാം, അത് ഓപ്ഷണലാണ്. അപ്പോൾ ഒരു പാത്രത്തിലേക്ക് നമ്മൾ കളക്ട് ചെയ്ത് വെച്ച കരിയൊക്കെ ആഡ് ചെയ്യണം. എന്നിട്ട് നമുക്കതിലേക്ക് ആവണക്കെണ്ണ കുറച്ചായിട്ട് ആഡ് ചെയ്യാം. അപ്പോൾ ഒരു ബോഡി ലോഷൻ്റെ കൺസിസ്റ്റൻസിയാണ് ഈ കാസ്റ്റർ ഓയിലൊക്കെ ചേർക്കുമ്പോൾ നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് ഈ കാസ്റ്റർ ഓയിൽ ആഡ് ചെയ്യാം. അപ്പോൾ ഇനി ബീ വാക്സ് ആഡ് ചെയ്യാം. അപ്പോൾ ഇതൊരു 3-4 പെല്ലറ്റ്സ് ആഡ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ഇതൊന്ന് ഡബിൾ ബോയിൽ ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ട് സ്റ്റവിൽ ഒരു പാത്രം വെച്ച് അതിൽ കുറച്ച് വെള്ളം എടുത്ത് ഈ ഗ്ലാസ് അതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കണം. അപ്പോൾ ഈ കാസ്റ്റർ ഓയിലും കരിയും ബീ വാക്സും ഒക്കെ നന്നായിട്ട് മിക്സായി കിട്ടുന്നതിന് വേണ്ടിയിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ നമ്മുടെ കൺമഷി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് വളരെ പെട്ടെന്ന് തന്നെ സെറ്റാവും. അതുകൊണ്ട് ഇത് പെട്ടെന്ന് തന്നെ ചെറിയ കണ്ടെയ്നേഴ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മളിത് ഒഴിച്ചു കൊടുക്കുന്നതിനിടയ്ക്ക് ഇത് വീണ്ടും കട്ടയാവുകയാണെങ്കിൽ ഒന്നുകൂടി ഡബിൾ ബോയിൽ ചെയ്തിട്ട് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഞാൻ കാജലിൻ്റെ ബ്രഷ് അവൈലബിൾ അല്ലാത്തത് കൊണ്ട് ഒരു ലിപ്സ്റ്റിക് ബ്രഷ് യൂസ് ചെയ്തിട്ട് എൻ്റെ കയ്യിൽ അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഇത് നല്ല ബ്ലാക്ക് ആയിട്ടുള്ളൊരു കാജലാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. അപ്പം നമുക്ക് വെറും നെയ്യും കരിയും ആവണക്കെണ്ണയും ഉപയോഗിച്ചിട്ട് ഇതുപോലെ കാജൽ തയ്യാറാക്കിയെടുക്കാം. പക്ഷേ ഇതൊരു മെഡിക്കേറ്റഡ് കാജൽ ആയതുകൊണ്ടാണ് ഇതിൽ നമ്മൾ പച്ചിലകളും മറ്റു മരുന്നൊക്കെ ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനെയും റിലേറ്റീവ്സിനെയും ഒക്കെ ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണം.